ഒരാളുടെ മരണശേഷം അവരുടെ സ്വത്തുക്കളും ആസ്തികളും എങ്ങനെ വിതരണം ചെയ്യണമെന്ന് നേരത്തെ വ്യക്തമാക്കാൻ അനുവദിക്കുന്ന നിയമപരമായ രേഖയാണ് വിൽപത്രം. വിൽപത്രത്തെക്കുറിച്ചാണ് ഇന്നത്തെ ഇൻഫോടോക്ക്. ഇന്ത്യയിൽ രജിസ്ട്രേഷൻ ഇല്ലാതെ തന്നെ വിൽപത്രത്തിന് നിയമപരമായ സാധ്യതയുണ്ടെങ്കിലും അത് രജിസ്റ്റർ ചെയ്യുന്നത് കൂടുതൽ സുരക്ഷ നൽകുകയും തർക്കങ്ങൾക്കുള്ള സാധ്യത കുറയ്ക്കുകയും ചെയ്യുന്നു. ഇന്ത്യൻ പിന്തുടർച്ചാവകാശ നിയമം 1925 വിൽപത്രം രജിസ്റ്റർ ചെയ്യണമെന്ന് നിർബന്ധിക്കുന്നില്ലെങ്കിലും അത് ചെയ്യുന്നത് ഗുണകരമാണ്. കൃത്രിമം കാണിക്കാനുള്ള സാധ്യത ഇല്ലാതാക്കുന്നു, ആധികാരികതയും നിയമപരമായ സാധുതയും ഉറപ്പാക്കുന്നു, അനന്തരാവകാശികൾക്കിടയിൽ തർക്കങ്ങൾ കുറയ്ക്കുന്നു, സബ് രജിസ്ട്രാർ ഓഫീസിൽ സുരക്ഷിതമായ ഔദ്യോഗിക രേഖ നൽകുന്നു, സുഗമമായ പിന്തുടർച്ചാ പ്രക്രിയയ്ക്ക് സഹായിക്കുന്നു. രജിസ്റ്റർ ചെയ്ത വിൽപത്രം കോടതിയിൽ എളുപ്പത്തിൽ ചോദ്യം ചെയ്യാൻ കഴിയില്ല. ഇത് ഒരാളുടെ സ്വത്ത് സംരക്ഷിക്കാനുള്ള ഫലപ്രദമായ മാർഗമാണ്. ഒരു വിൽപത്രം കൈകൊണ്ട് എഴുതുകയോ സാധാരണ പേപ്പറിൽ ടൈപ്പ് ചെയ്യുകയോ ചെയ്യാം. വ്യക്തത ഉറപ്പാക്കാൻ നിയമപരമായ സഹായം തേടുന്നത് നല്ലതാണ്. വിൽപത്രം എഴുതുന്നയാൾ എല്ലാ ആസ്തികളും ലിസ്റ്റ് ചെയ്യണം, ഗുണഭോക്താക്കളെ വ്യക്തമാക്കണം, സുഗമമായ നടത്തിപ്പിനായി ഒരു എക്സിക്യൂട്ടറെ നിയമിക്കണം. വിൽപത്രം രജിസ്റ്റർ ചെയ്യാൻ വിൽപത്രം എഴുതിയ ആൾ സാക്ഷികളുമായി അവരുടെ അധികാര പരിധിയിലുള്ള സബ് രജിസ്ട്രാർ ഓഫീസിൽ ഒറിജിനൽ വിൽപത്രവുമായി പോകണം. വിൽപത്രം എഴുതിയ ആൾക്ക് അവരുടെ മരണത്തിന് മുൻപ് എപ്പോൾ വേണമെങ്കിലും വിൽപത്രം മാറ്റാനോ റദ്ദാക്കാനോ കഴിയും. കൂടാതെ താഴെ പറയുന്ന കാര്യങ്ങളും ചെയ്യാം. വിൽപത്രത്തിൽ കൂട്ടിച്ചേർക്കലുകൾ വരുത്താം. മുൻപത്തെ വിൽപത്രം റദ്ദാക്കിയെന്ന് വ്യക്തമായി പറയുന്ന ഒരു പുതിയ വിൽപത്രം ഉണ്ടാക്കാം. നിലവിലുള്ള വിൽപത്രം നശിപ്പിക്കാം. ഇന്ത്യയിൽ ഒരു വിൽപത്രം രജിസ്റ്റർ ചെയ്യുന്നത് സുഗമമായ പിന്തുടർച്ചാ പ്രക്രിയ ഉറപ്പാക്കുന്നതിനുള്ള ലളിതവും നിർണായകവുമായ ഒരു പടിയാണ്. നിയമപരമായി ആവശ്യമില്ലെങ്കിലും ഇത് കൂടുതൽ സുരക്ഷ നൽകുന്നു. വ്യക്തികൾക്ക് അവരുടെ ആസ്തികൾ സംരക്ഷിക്കാനും പ്രിയപ്പെട്ടവർക്ക് ഒരു ബുദ്ധിമുട്ടുമില്ലാതെ അത് ലഭിക്കുന്നുവെന്ന് ഉറപ്പാക്കാനും കഴിയും.